ടൈം എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ യൂസേജുകളെ കുറിച്ച് നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ കണ്ടതാണ്. സ്പോക്കൺ ഇംഗ്ലീഷിൽ ഈ വാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള വേറെയും ധാരാളം പ്രയോഗങ്ങൾ ഉണ്ട്. അവയെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ എക്സ്പ്രഷൻ ഹാവ് ടൈം. ഡു വി ഹാവ് ടൈം ഫോർ എ ക്വിക്ക് കോഫി ബിഫോർ ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ്? മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പായി പെട്ടെന്ന് പോയി ഒരു കോഫി അടിക്കാനുള്ള സമയം ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. ഡു വി ഹാവ് ടൈം ഫോർ എ ക്വിക്ക് കോഫി? അടുത്തത് ഐഡ് ലൈക്ക് ടു ലേൺ ക്ലാസിക്കൽ മ്യൂസിക് ബട്ട് ഐ ഡോണ്ട് ഹാവ് ദ ടൈം. നേരത്തെ നമ്മൾ ഹാവ് ടൈം ആണ് ഉപയോഗിച്ചത്. ഇവിടെ ഹാവിൻ്റെയും ടൈമിൻ്റെയും നടുക്ക് ദ, ഹാവ് ദ ടൈം. ഈ ഹാവ് ടൈമും ഹാവ് ദ ടൈമിൻ്റെയും ആ ചെറിയൊരു വ്യത്യാസം എന്തെന്നാൽ, ഈ ഹാവ് ടൈം ആദ്യം പറഞ്ഞ മാതിരി ഡു വി ഹാവ് ടൈം ഫോർ എ ക്വിക്ക് കോഫി എന്ന് പറഞ്ഞാൽ ഒരു കാപ്പി കുടിക്കാനുള്ള സമയത്തിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാപ്പി കുടിക്കുന്ന സമയത്ത് പഠിക്കാൻ പറ്റുന്ന ഒന്നല്ല. സോ അത് കുറേ അധികം കാലം സമയം മാറ്റിവെക്കേണ്ടതാണ്. അതുകൊണ്ട് എൻ്റെ തിരക്കുകൾക്കിടയിൽ ഐ ഡോണ്ട് ഹാവ് ദ ടൈം. ഹറി അപ്പ്, വി ഡോണ്ട് ഹാവ് മച്ച് ടൈം ബിഫോർ ദ ട്രെയിൻ ലീവ്സ്. അപ്പം നേരത്തെ ആദ്യം പറഞ്ഞ സെൻറ്റൻസ് വെച്ചാണെങ്കിൽ ഡു വി ഹാവ് ടൈം ഫോർ എ ക്വിക്ക് കോഫി ബിഫോർ ദ ട്രെയിൻ ലീവ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതിനുള്ളൊരു മറുപടിയായി പറയാം ഹറി അപ്പ്, വി ഡോണ്ട് ഹാവ് മച്ച് ടൈം ബിഫോർ ദ ട്രെയിൻ ലീവ്സ്. അപ്പോൾ ഇവിടെ വി ഡോണ്ട് ഹാവ് മച്ച് ടൈം. അപ്പോൾ ഹാവ് ടൈമിൻ്റെ ഇടയിൽ മച്ച് വന്നു. അതിൻ്റെ മുന്നേ നമ്മൾ ഒരു നെഗറ്റീവ് ഫോം നമ്മൾ ഉപയോഗിക്കുന്നു, ഡോണ്ട്, അതായത് ഡു നോട്ട്. അപ്പോൾ ഐ ഹാവ് ടൈം, ഐ ഡോണ്ട് ഹാവ് ടൈം. നമ്മൾ ഓരോ പുതിയ വാക്കോ അല്ലെങ്കിൽ പുതിയ എക്സ്പ്രഷനോ പഠിക്കുമ്പോൾ അത് ഡിഫറെൻറ്റ് ഗ്രമാറ്റിക്കൽ ഫോംസിൽ എങ്ങനെ വരും എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്കത് സെൽഫായിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഓക്കെ പോസിറ്റീവായിട്ട് പറയുമ്പോൾ ഇങ്ങനെയാണ് ഹാവ് ടൈം. അതിൻ്റെ നെഗറ്റീവ് എന്തായിരിക്കും? ഐ ഡോണ്ട് ഹാവ് ടൈം. അപ്പോൾ നിങ്ങൾ സ്വയം അങ്ങനെ ട്രൈ ചെയ്ത് പഠിക്കുമ്പോഴാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ആവത്തുള്ളൂ. അടുത്തത് റൺ ഔട്ട് ഓഫ് ടൈം. ഐ റാൻ ഔട്ട് ഓഫ് ടൈം ആൻഡ് കുഡ്ന്റ് ഫിനിഷ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഒരു പരീക്ഷ എഴുതി നമ്മൾ പുറത്ത് വരുമ്പോൾ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് എല്ലാ ക്വസ്റ്റ്യൻസും എഴുതിയോ, ഡിഡ് യു റൈറ്റ് ഓൾ ദ ക്വസ്റ്റ്യൻസ്? അപ്പോൾ നമുക്ക് പറയുന്നൊരു റിപ്ലൈ ആണത്, നോ, ഐ റാൻ ഔട്ട് ഓഫ് ടൈം ആൻഡ് കുഡ്ന്റ് ഫിനിഷ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അവസാനത്തെ ചോദ്യം എഴുതാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. ഐ റാൻ ഔട്ട് ഓഫ് ടൈം. ഇതിൻ്റെ വേറൊരു വേരിയേഷൻ ആണ് ഔട്ട് ഓഫ് ടൈം. ഐഡ് ലൈക്ക് ടു കണ്ടിന്യൂ ദിസ് ഡിസ്കഷൻ ബട്ട് വി ആർ ഓൾ ഔട്ട് ഓഫ് ടൈം. ഈ സെഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു, പക്ഷേ നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും സമയമില്ല. സോ വി ആർ ഓൾ ഔട്ട് ഓഫ് ടൈം. ടൈംസ് അപ്പ്, അതായത് ടൈം ഈസ് അപ്പ്. ഓക്കെ എവ്രി വൺ, ടൈംസ് അപ്പ്, പുട്ട് ഡൗൺ യുവർ പെൻസ്. അതായത് എഗെയിൻ ഒരു എക്സാമിനേഷൻ ഹാൾ എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ പരീക്ഷ എഴുതുന്നു, സമയം ബെല്ലടിക്കുന്നു, കഴിഞ്ഞു. അപ്പോൾ ഇൻസ്ട്രക്ടർ പറയാണ് ഓക്കെ ടൈംസ് അപ്പ്, എല്ലാവരും പേപ്പർ മടക്കൂ, പേന താഴ്ത്ത് വെക്കൂ. ഓക്കെ, സോ ടൈംസ് അപ്പ് എന്ന് പറഞ്ഞാൽ സമയം കഴിഞ്ഞു. അടുത്തത് ഇൻ നോ ടൈം എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ, വെരി ക്വിക്ക്ലി. The kids were very hungry after their game and ate their dinner in no time. അതായത് പിള്ളേർ അവരുടെ കളി കഴിഞ്ഞ് വളരെ വിശന്നത് കൊണ്ട് ഡിന്നർ വളരെ വേഗം തീർത്തു. ate their dinner in no time. അടുത്തത് ഇൻ ടൈം. ഇൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ മുൻപ് തന്നെ, നേരത്തെ തന്നെ. I got home just in time before it started to rain. അപ്പോൾ മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് ഇൻ ടൈം ഞാൻ വീട്ടിലെത്തി. ഐ ഗോട്ട് ഹോം ജസ്റ്റ് ഇൻ ടൈം. ഇഫ് വി ഡോണ്ട് ഹറി അപ്പ് വി വോണ്ട് ബി ഇൻ ടൈം ടു ക്യാച്ച് ദ ട്രെയിൻ. നമ്മൾ വേഗം പുറപ്പെട്ടില്ലെങ്കിൽ ട്രെയിനിനെ പിടിക്കാൻ പറ്റത്തില്ല. വി വോണ്ട് ബി ഇൻ ടൈം ടു ക്യാച്ച് ദ ട്രെയിൻ. നോ ടൈം ടു ലൂസ്. കം ഓൺ, ദർ ഇസ് നോ ടൈം ടു ലൂസ്. വി ഹാവ് ഓൺലി 10 minutes ബിഫോർ ഹി കംസ്. വേഗമാവട്ടെ, നമുക്ക് സമയം കളയാനില്ല, 10 മിനിറ്റിനുള്ളിൽ അയാൾ എത്തും. ഓക്കെ, നോ ടൈം ടു ലൂസ്, സമയം കളയാനില്ല. അടുത്ത 3 എക്സ്പ്രഷൻസ് റൈറ്റ് ഓൺ ടൈം, ഡെഡ് ഓൺ ടൈം, ബാങ് ഓൺ ടൈം. ഈ 3ഉം സൂചിപ്പിക്കുന്നത് എന്തെങ്കിലും ഒരു സംഗതി കറക്റ്റ് സമയത്തിന് നടന്നു എന്നതിനെയാണ്. ഫോർ എക്സാമ്പിൾ, ദ ട്രെയിൻ അറൈവ്ഡ് റൈറ്റ് ഓൺ ടൈം, ദ ട്രെയിൻ അറൈവ്ഡ് ഡെഡ് ഓൺ ടൈം, ദ ട്രെയിൻ arrived bang on time. ഇവിടെ നമുക്ക് ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം കാണാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇതിൽ ഡെഡ് ഓൺ ടൈം എന്ന് പറഞ്ഞാൽ ഈ ഡെഡ് എന്ന വാക്കിൻ്റെയും ടൈം എന്ന വാക്കിൻ്റെയും ശരിക്കുള്ള മീനിങ് അല്ല ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡെഡ് എന്ന് പറഞ്ഞാൽ മരിക്കുക,
ഓൺ ടൈം എന്ന് പറഞ്ഞാൽ സമയത്തിന്. അപ്പോൾ സമയത്തിന് മരിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. ഡെഡ് ഓൺ ടൈം പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തിന് എത്തി എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, സോ ഇത് ഇംഗ്ലീഷിൻ്റെ പ്രത്യേകതയാണ്. ഈ പ്രത്യേകത കൊണ്ടാണ് നമുക്ക് ഇംഗ്ലീഷ് കുറച്ച് ഡിഫിക്കൽട്ടായി തോന്നുന്നത്. എന്തായാലും നമുക്ക് ഇനി വരും വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പല എക്സാമ്പിൾസും കാണുമ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് ഓഫ് ഓൾ ടൈം, അതായത് എക്കാലത്തെയും. മുഹമ്മദ് അലി ഇസ് ദ ഗ്രേറ്റസ്റ്റ് ബോക്സർ ഓഫ് ഓൾ ടൈം. എക്കാലത്തെയും വലിയ ബോക്സറായിരുന്നു മുഹമ്മദ് അലി. അബൌട്ട് ടൈം, ഇറ്റ്സ് അബൌട്ട് ടൈം ദ കോളേജ് ഇംപ്രൂവ്ഡ് ഇറ്റ്സ് ക്യാൻറ്റീൻ സർവീസ്. അബൌട്ട് ടൈം എന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇപ്പോഴെങ്കിലും ഒന്ന് ചെയ്യണമായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. ഇറ്റ്സ് അബൌട്ട് ടൈം ദ കോളേജ് ഇംപ്രൂവ്ഡ് ഇറ്റ്സ് ക്യാൻറ്റീൻ സർവീസ്. കുറേ കാലമായി ക്യാൻറ്റീൻ സർവീസ് വളരെ മോശമായിരിക്കുകയാണ് കോളേജിൽ, ഇപ്പോഴെങ്കിലും അതൊന്ന് ശരിയാക്കിയാൽ മതിയായിരുന്നു. ഇറ്റ്സ് അബൌട്ട് ടൈം ദേ ഡിഡ് ഇറ്റ്. ഹൈ ടൈം, അതിക്രമിച്ച സമയം. ഇറ്റ്സ് ഹൈ ടൈം ഹി ഗോട്ട് മാരീഡ്. അവൻ കല്യാണം കഴിക്കേണ്ട സമയം നേരത്തെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അത് അതിക്രമിച്ചു. സോ ഇറ്റ്സ് ഹൈ ടൈം he got married. Right time, അഥവാ time is right. I haven't told him yet, but I will when the time is right. I haven't told him yet. ഞാൻ അവൻ്റെ അടുക്കൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. But I will when the time is right. ശരിയായ സമയത്ത് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിരിക്കും. Time is ripe. നമ്മൾ time is right എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സിമിലർ എക്സ്പ്രഷനാണ് time is ripe. The time is ripe for investing in stocks. സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ് ഇത്. ടൈം ഇസ് റൈപ്പ്. ഡു ടൈം, ഇതിൻ്റെ മീനിങ് ഇത് അറിയാത്തവർക്ക് ഊഹിച്ചെടുക്കാൻ പറ്റാത്ത ഒരു യൂസേജ് ആണിത്. ഡു ടൈം, ഇതിൻ്റെ അർത്ഥം ജയിലിൽ കഴിയുക എന്നാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പഴയ തട്ടിപ്പുകാരനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ്, അയാൾ ഇപ്പം എന്താ ചെയ്യുന്നത്? വാട്ട് ഈസ് ഹി ഡൂയിങ്? ഹി ഈസ് നൗ ഡൂയിങ് ടൈം ഫോർ മർഡർ. അതായത് കൊലക്കുറ്റത്തെ പേരിൽ അയാൾ ജയിലിൽ കഴിയുകയാണ്. ഹി ഈസ് ഡൂയിങ് ടൈം ഫോർ മർഡർ. ടൈം ടു ടൈം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക്, ചിലപ്പോൾ. ഫ്രം ടൈം ടു ടൈം ഐ സ്റ്റിൽ ടോക്ക് ടു ഹെർ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവളോട് സംസാരിക്കാറുണ്ട്. ടൈം ആഫ്റ്റർ ടൈം എന്ന് പറഞ്ഞാൽ തുടർച്ചയായി, എപ്പോഴും. ടൈം ആഫ്റ്റർ ടൈം ഷി ഗെറ്റ്സ് ഇൻവോൾവ്ഡ് ഇൻ ഫൈറ്റ്സ് വിത്ത് ഹെർ നെയ്ബേഴ്സ്. തുടർച്ചയായി എപ്പോഴും അയൽവാസികളായിട്ട് അവർ തർക്കത്തിലേർപ്പെടാറുണ്ട്. ടൈം ആഫ്റ്റർ ടൈം. ടൈം ആൻഡ് അഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും, ആവർത്തിച്ച്. I've told you time and again, switch off the TV when you go to sleep. I've told you time and again. ഞാൻ പലവട്ടം പറഞ്ഞതാണ്, ആവർത്തിച്ച് പറഞ്ഞാണ്. കിടക്കാൻ പോകുന്ന നേരത്ത് TV ഓഫ് ചെയ്യണം. At all times, എല്ലായ്പ്പോഴും. While traveling, you should make sure you have your passport with you at all times. അതായത് പുറത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പാസ്പോർട്ട് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അറ്റ് ഓൾ ടൈംസ്, എല്ലായ്പ്പോഴും. ബിഫോർ മൈ ടൈം, എൻ്റെ കാലത്തിന് മുൻപേ, അതായത് ഞാൻ ജനിക്കുന്നതിന് മുൻപേ. അൺടച്ചബിലിറ്റി എക്സിസ്റ്റഡ് ഇൻ കേരള, ബട്ട് ദാറ്റ് വാസ് മച്ച് ബിഫോർ മൈ ടൈം. തൊട്ടുകൂടായ്മ കേരളത്തിൽ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ ജനിക്കുന്നതിന് മുൻപായിരുന്നു. അതായത് ബിഫോർ മൈ ടൈം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ പഠിക്കുന്ന എക്സാമ്പിൾസിൻ്റെ മറ്റ് വേരിയേഷൻസ് നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻസി ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ബിഫോർ മൈ ടൈം എന്നതിനെ നിങ്ങൾക്ക് ബിഫോർ her time, before his time, before your time, അല്ലെങ്കിൽ before my father's time, അതായത് എൻ്റെ അച്ഛൻ ജനിക്കുന്നതിന് മുൻപ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇങ്ങനെ പല കോമ്പിനേഷൻ അല്ലെങ്കിൽ പല വേരിയേഷൻസിലും നമുക്ക് ഇങ്ങനത്തെ എക്സ്പ്രഷൻസ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ടൈം വാസ്. ഈ ഒരു യൂസേജ് നമ്മൾ ഇപ്പോഴത്തെ കാലത്തെ കുറിച്ചല്ലാതെ പണ്ടത്തെ ഒരു കാലം, ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥ അല്ലാതിരുന്ന ഒരു കാലത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈം വാസ് ഉപയോഗിക്കുന്നത്. ടൈം വാസ് when there was no Google and we had to search libraries to get information. അതായത് ഗൂഗിൾ ഇല്ലാത്തൊരു കാലമുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ ലൈബ്രറിയിൽ പോയി നമ്മൾ സെർച്ച് ചെയ്യണം. ഗൂഗിളിൽ അടിച്ചാൽ മതി. പണ്ട് ലൈബ്രറിയിൽ പോയി ബുക്കുകളെല്ലാം സെർച്ച് ചെയ്താൽ മാത്രമേ ഇൻഫർമേഷൻ കിട്ടിയിരുന്നുള്ളൂ.
Okay, so I hope this video was useful for you. See you in the next video. Thanks for watching.